വയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആരോരും കാണാതെ, ആരും ശബ്ദം കേൾക്കാതെ, ആരും അറിയാതെ ഒരാളെ കൊല്ലാൻ വേണ്ടി 1700കളിൽ വിധിക്കുന്ന ഒരു സംഭവം നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം കേൾക്കാൻ പറ്റി. എന്നാൽ ലോകം മുഴുവൻ അറിഞ്ഞു ആര് കൊന്നു, എന്തിനു വേണ്ടി മരിച്ചു, ആരാണ് മരിച്ചത്, ആ വ്യക്തിയുടെ പ്രത്യേകത എന്ത് എന്ന അൾത്താരയിൽ സ്ഥാനം നേടിയ ദേവസഹായം എന്ന നീലകണ്ഠൻ പിള്ള. ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായി മാറി ഭാരതത്തിൻ്റെ ആദ്യത്തെ അൽമായ വിശുദ്ധൻ എന്ന വലിയ പദവി നേടിയ ദേവസഹായം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ദൈവവചനം നമ്മളോട് പറയുകയാണ്, 12-ാം അധ്യായം 4-ൽ, എൻ്റെ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കഴിഞ്ഞ് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ ശരീരത്തെ കൊല്ലുന്നതിനപ്പുറത്തേക്ക് നിങ്ങളെ നിത്യനരകാഗ്നിക്ക് വിധിക്കാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. ദേവസഹായത്തിൻ്റെ ജീവിതം അതായിരുന്നു. ഈ ലോകത്തിൽ തന്നെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റിയാലും ഇതിന് ശേഷം ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇതിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും ആ ആത്മാവിൻ്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ ആ സ്വർഗീയ അനുഭവം നേടാൻ വേണ്ടി എന്തുമാത്രം ഈ ഭൂമിയിൽ സഹിക്കാനും ഞാൻ റെഡിയാണെന്നും പറഞ്ഞ നീലകണ്ഠൻ പിള്ള എന്ന ദേവസഹായം. ചരിത്രത്തിൻ്റെയും ആത്മീയതയുടെയും രണ്ട് മുഖങ്ങളിലും യുവതലമുറയ്ക്ക് മാതൃകയായി നൽകാവുന്ന ഭാരതത്തിൻ്റെ ആദ്യത്തെ അൽമായ വിശുദ്ധൻ. നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം കേൾക്കുകയുണ്ടായ ചരിത്രവും അതോടൊപ്പം തന്നെ ദേവസഹായത്തിൻ്റെ ജീവിതവുമെല്ലാം നമുക്ക് രണ്ട് വശങ്ങളിലൂടെയും നമുക്കുമൊന്ന് കടന്നു പോകാം. പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലൂടെ ആരായിരുന്നു ദേവസഹായം, എങ്ങനെയാണ് ദേവസഹായമായി മാറിയത്, ആ മാതൃക നമുക്ക് എങ്ങനെയൊക്കെ സ്വീകരിക്കാം, ഇതായിരിക്കട്ടെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത, വിചിന്തനത്തിന് വേണ്ടി നമ്മൾ എടുക്കുക. 1712 ദേവസഹായം ജനിച്ചു. നാഗർകോവിൽ, കന്യാകുമാരിയിലെ അതിർത്തിയിൽ നാഗർകോവിൽ. ഏപ്രിൽ 23-ാം തീയതി മരുതകുളങ്ങര തറവാട്ടിലാണ് നീലകണ്ഠൻ പിള്ള എന്ന ദേവസഹായം ജനിക്കുന്നത്. ആ വീടിൻ്റെ അഡ്രസ്സിലാണ് ആ പ്രദേശം പോലും അറിയപ്പെടുന്നത്. അതായത് വളരെ ഉയർന്ന നിലവാരമുള്ള ഒരു കുടുംബത്തിലാണ് നീലകണ്ഠൻ പിള്ളയുടെ ജനനമെന്നർത്ഥം. എന്നാൽ ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ പഠിക്കാനാണേലും സായുധ പരിശീലനത്തിനാണേലും അതോടൊപ്പം തന്നെ വളർന്നപ്പോൾ കൊട്ടാരത്തിൽ നല്ല ഉന്നതമായ പദവിയിലേക്ക് അല്ലെങ്കിൽ രാജാവിനോട് മുഖാമുഖം സംസാരിച്ച് നടക്കാവുന്ന രീതിയിലുള്ള പദവിയിലേക്ക് ദേവസഹായത്തിനെ അല്ലെങ്കിൽ നീലകണ്ഠൻ പിള്ളയെ ഉയർത്തിയെങ്കിൽ, നീലകണ്ഠൻ പിള്ള സത്യസന്ധനായിരുന്നു, നീലകണ്ഠൻ പിള്ള ആത്മാർത്ഥതയുള്ളയാളായിരുന്നു, കഴിവുള്ളയാളായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വലിയ സ്ഥാനങ്ങൾ നൽകി ആദരിച്ച് ബഹുമാനിച്ച് കൊണ്ടു നടക്കുന്ന ദേവസഹായത്തെ നീലകണ്ഠൻ പിള്ളയെ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ചരിത്രപ്രസിദ്ധമായ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യം തിരുവിതാംകൂർ സൈന്യത്തോട് തോൽക്കുകയും ഡിനലോയ എന്ന് പറയുന്ന ഡച്ച് സൈന്യത്തിൻ്റെ ലീഡർ അഥവാ ക്യാപ്റ്റൻ തടവിലാക്കപ്പെടുകയും ചെയ്യുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്നെയൊക്കെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. ഇങ്ങനെ യുദ്ധത്തിൽ തോറ്റ ടീമിനെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു. എന്നാൽ അവിടെയും ഈ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട വ്യക്തികളിലെ അല്ലെങ്കിൽ എൻ്റെ ലീഡറിന് കഴിവുണ്ട്, ആത്മാർത്ഥതയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒത്തിരിയേറെ പല കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ ഉപയോഗിക്കാമെന്ന് രാജാവ് മനസ്സിലാക്കുന്നതായിട്ട് ഒരു സംഭവം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവരെ അവിടെ ഇട്ട് മാക്സിമം ഉപദ്രവിച്ച് ഇല്ലെന്നാക്കുന്നതിന് പകരം തോറ്റവരിൽ നിന്ന് തന്നെ നല്ല കഴിവുള്ളവരെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിക്കുന്ന രാജാവിൻ്റെ ആ പ്രവർത്തനത്തെ നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം ഡിനിലോയെ അദ്ദേഹം പല
സ്ഥാനങ്ങൾ നൽകുന്നുണ്ട്, പല കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ വിശ്വാസത്തിന് വേണ്ടി ഒരു പള്ളി പണിയാനും തന്നെ അനുവാദം കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു വൈദികനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. ആ സംഭവമാണ് ഒരുപക്ഷെ നീലകണ്ഠൻ പിള്ളയെ ദേവസഹായത്തിലേക്ക് ഉയർത്തിയത്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താൻ കാരാഗൃഹത്തിലായിരിക്കുമ്പോഴും താൻ നിൽക്കുന്ന രാജ്യത്തിൻ്റെ അധികാരി ഏൽപ്പിക്കുന്ന ദൗത്യത്തെ മനോഹരമായി ചെയ്യുവാൻ ശ്രമിച്ച ഡിനലോയെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉദയഗിരിക്കോട്ട നിർമ്മിച്ചത് അദ്ദേഹമാണ് എന്ന് ചരിത്രം പറയുന്നു. അതിന് നേതൃത്വം നൽകിയത് ഈ വ്യക്തിയാണ്. എവിടെയാണോ നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഡച്ച് സൈന്യത്തിൻ്റെ തലവൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്തു, അവിടെ തോറ്റു, കാരാഗൃഹത്തിൽ ആക്കപ്പെട്ടു. എന്നാൽ തൻ്റെ വിശ്വാസത്തെ ത്യജിക്കാൻ തയ്യാറാകാതെ ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ആ രാജ്യത്തിൻ്റെ അധികാരികൾ നൽകുന്ന ആ ദൗത്യത്തെ ചെയ്തുകൊണ്ട് അവിടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിയെ നമ്മൾ ഇവിടെ ഒരിക്കലും സ്മരിക്കാതെ പോകരുത്. അദ്ദേഹം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വൈദികനെ കൊണ്ടുവരികയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നതായിട്ടാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുക. ഈ വ്യക്തിയുടെ ജീവിതം, അതായത് ഉദയഗിരിക്കോട്ട പണിയാനുള്ള ഉത്തരവാദിത്വം, അതിൻ്റെ സാമ്പത്തിക ഇടപെടെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് നീലകണ്ഠൻ പിള്ളയായിരുന്നെങ്കിൽ അതിൻ്റെ മറ്റൊരു സൈഡിൽ നേതൃത്വത്തിലിരിക്കുന്ന ഈ ഡിനലോയാണ്. നീലകണ്ഠൻ പിള്ളയെ 100% സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ നീലകണ്ഠൻ പിള്ളയുടെ വീട്ടിലെ വേദനകൾ അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ പങ്കുവെക്കുന്ന വ്യക്തിയായി, പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി ഡിനലോയെ നീലകണ്ഠൻ പിള്ള കണ്ടു. ക്രിസ്തു സ്നേഹം ഈ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ പൗലോസ്ലീഹായുടെ കൂടെ കാരാഗൃഹത്തിൽ കിടന്നവരെ പോലും മാനസാന്തരപ്പെടുത്തിയ പൗലോസ്ലീഹായുടെ അതേ ഒരു മുഖം നമുക്ക് ഈ ഡിനലോയിലും നീലകണ്ഠൻ പിള്ളയിലും ഒക്കെ കാണാൻ പറ്റും. പിന്നീട് ഈ ദേവസഹായം കാരാഗൃഹത്തിൽ അകപ്പെടുന്നുണ്ട്, ദേവസഹായത്തിന് പീഡനങ്ങൾ ഓരോന്നും ഏൽക്കുന്നുണ്ട്. അവിടെ നിന്നവർ മുഴുവൻ മാനസാന്തരപ്പെടുന്നതും, ദേവസഹായത്തിനെ മാനസാന്തരപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി വന്നവരെല്ലാം മാനസാന്തരപ്പെടുന്നതും, അവരെല്ലാം അത്ഭുതങ്ങളിലൂടെ കടന്നു പോകുന്നതും നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ദൈവത്തെ ഉപയോഗിക്കുകയല്ല, ദൈവം ഉപയോഗിക്കുകയാണ് ചെയ്തത് ഇവരെയെല്ലാം. ഇവരാരും പൗലോസ്ലീഹയാണേലും അതോടൊപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി യഥാർത്ഥത്തിൽ ഒരൊറ്റ ലക്ഷ്യത്തോടെ ഇറങ്ങിയിരിക്കുന്ന ആരും ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കുകയല്ല, ദൈവം അവരെ ഉപയോഗിക്കുന്നിടത്തേക്ക് അവർ ഓക്കെ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്നത് ദൈവത്തെ ഉപയോഗിക്കുന്നവരെയാണ്. അതിന് പകരം സർവ്വ സാധ്യതകളും സർവ്വ മഹത്വങ്ങളും കിട്ടാവുന്ന സംവിധാനങ്ങളും എല്ലാം നീലകണ്ഠൻ പിള്ളയ്ക്കുണ്ടായിരുന്നു. കാരണം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും തൻ്റെ 33-ാമത്തെ വയസ്സിൽ പരിശുദ്ധ കന്യാമറിയത്തിന് സമർപ്പിതമായ ദേവാലയത്തിൽ വെച്ച് മാമോദീസ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഭാര്യയെയും മാമോദീസ സ്വീകരിപ്പിക്കുകയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത നീലകണ്ഠൻ പിള്ള അന്നത്തെ സമൂഹത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി, അഥവാ ആ വിശ്വാസത്തിൽ നിന്ന് പോന്നപ്പോൾ അനേകർക്ക് അത് വളരെയധികം പ്രശ്നമുണ്ടാക്കി, വേദനയുണ്ടാക്കി. അവർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. ഈ ശ്രമമെല്ലാം ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോൾ രാജാവിന് നീലകണ്ഠൻ പിള്ളയോടുള്ള സ്നേഹത്തെ പ്രതിഫലിക്കുന്ന അനേകം കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റും. പല ഓഫറുകളാണ് പിന്നീട് രാജാവ് നൽകുക. ഒരിക്കലും നീലകണ്ഠൻ പിള്ളയെ വധിക്കണമെന്ന് രാജാവിന് ആഗ്രഹം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആദ്യ കാലഘട്ടത്തിലൊന്നും രാജാവ് മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. കാരണം അത്രയും ബന്ധം ഇവർ തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഉന്നത സ്ഥാനങ്ങൾ നൽകിയത്, സാമ്പത്തിക ഇടപാടുകൾക്കുള്ള ചുക്കാൻ പിടിക്കാനുള്ള അവസരം കൊടുത്തത്. എല്ലാം അത്രയും വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ടാണ്. എന്നാൽ ഈ ദേവസഹായം എവിടെ പോയി നിൽക്കുന്നോ, എന്തെല്ലാം പീഡനങ്ങൾ അനുഭവിക്കുന്നോ അവിടെയെല്ലാം അനേകർ ക്രിസ്തീയ വിശ്വാസികളായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സമ്മർദ്ദം, അത് മതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രശ്നം
രാജസന്നിധിയിൽ നിന്നല്ല എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയാകാം രാജാവിനെ കൊണ്ട് അറ്റ തീരുമാനങ്ങളൊക്കെ എടുപ്പിക്കാൻ വേണ്ടി കാരണമായത്. പീഡനങ്ങളുടെയും സഹനങ്ങളുടെയും യാത്രയായിരുന്നു തൻ്റെ 33-ാം വയസ്സ് മുതൽ ദേവസഹായം ജീവിച്ചതാകെ 40 വർഷമേ ഈ ഭൂമിയിലുള്ളൂ. പലരും ജീവിക്കുന്നുണ്ട് 80, 90, 100 ഒക്കെ വർഷം. പക്ഷേ ക്രിസ്ത്യാനിയാണെന്ന പേരിൽ തന്നെ ജനിക്കുകയും ചെയ്യുന്നുണ്ട്. ജനിച്ച പിറ്റേ ദിവസം മാമോദിസ, അല്ല ഒരാഴ്ച കഴിയുമ്പോൾ മാമോദിസ, 1 മാസം കഴിയുമ്പോൾ മാമോദിസ കിട്ടി 10, 80, 90 വർഷം ജീവിക്കുന്നുണ്ട്. എന്നാൽ ഈ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും നാവിൽ നിന്ന് വരാത്ത അനേകം ക്രിസ്ത്യാനികളെ കാണുന്നൊരു കാലഘട്ടമാണിത്. അതൊന്ന് ഏറ്റുപറയാൻ, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പോലും പറയണമെന്ന് നിർബന്ധമുണ്ടോ എന്നറിയത്തില്ല. ക്രിസ്തീയ മൂല്യങ്ങളെപ്പറ്റി സംസാരിക്കണമെന്ന് പോലും നിർബന്ധമുണ്ടോ എന്നറിയില്ല. ഇനി അഥവാ വേറൊരാൾ പറഞ്ഞാൽ അതിനെ മോശമായി കാണുന്ന രീതിയിലേക്ക് പോകുന്ന ക്രിസ്ത്യാനികളുള്ള ഈ കാലഘട്ടത്തിൽ ക്രിസ്തു വിശ്വാസത്തിന് വേണ്ടി ദേവസഹായം അനുഭവിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും ഈ തലമുറയുടെ മുന്നിലിടുന്ന ചോദ്യങ്ങളാണ്, നമ്മുടെ മുന്നിൽ തരുന്ന ചോദ്യങ്ങളാണ്. ഏത് പ്രതിസന്ധിയിൽ നിന്നും ഏത് സഹനത്തിൽ നിന്നും എന്തുമാത്രം ഓഫറുകൾ മുന്നിലുണ്ടെങ്കിലും ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ ജീവിക്കാം എന്നുള്ള വലിയ സന്ദേശം നൽകുന്നതാണ് ദേവസഹായത്തിൻ്റെ ജീവിതം. 1712 ജനിച്ച ദേവസഹായം 1752 മരിച്ചു ജനുവരിയിൽ. സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ കത്തീഡ്രലിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കപ്പെട്ടത്. അതിനു മുമ്പ് ഒത്തിരിയേറെ പ്രതികൂലങ്ങളിലൂടെ അല്ലെങ്കിൽ പീഡനങ്ങളിലൂടെ വിശുദ്ധൻ കടന്നുപോയി. അതിൻ്റെ ചരിത്രവശം നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ആ കാലഘട്ടം, അതായത് ഒരുപക്ഷെ രാജാവിനേക്കാളും പേരും രാജാവിനേക്കാളും ബഹുമാനിക്കുന്ന ഒരു നാമവുമായി ദേവസഹായത്തിൻ്റെ നാമം മാറുന്നുണ്ട്. മാമോദിസ സ്വീകരിച്ചപ്പോൾ എടുത്ത പേരാണ് ലാസർ. ലാസർ എന്നുള്ള പേരിൻ്റെ അർത്ഥമാണ് ദേവസഹായം എന്നുള്ളതും. ആ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് സമാധാനം കിട്ടുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റുന്നു. കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആരാച്ചാരുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടേ അദ്ദേഹത്തെ കെട്ടിയിടുന്നുണ്ട്. കെട്ടി അവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കട്ടെ എന്നാണ് കരുതുന്നത്. എന്നാൽ ആ സമയത്ത് ആ വീട്ടിൽ ഉള്ള വ്യക്തികൾക്ക് അദ്ദേഹം അനുഗ്രഹമായി മാറുകയാണ്. അവർക്ക് വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലായിരുന്നു. അവർക്ക് മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അത് ആ കുടുംബത്തിൽ സംഭവിക്കുകയും ചെയ്യുമ്പോൾ ഈ ആരാച്ചാർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വണങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുക. അപ്പം എവിടെ കൊണ്ട് ഏത് പ്രതികൂലത്തിൽ കൊണ്ടുപോയിട്ടോ അവിടെ ദൈവം ക്രിസ്തു ഇടപെടുകയും അവിടെ നിൽക്കുന്നവരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ജനങ്ങൾ മുഴുവൻ ഈ പേരിനെ ഏറ്റെടുത്ത് വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ ഇതിനെ നിസ്സാരമായി തള്ളിക്കളയാൻ അന്നത്തെ ഒരു സംവിധാനങ്ങൾക്കും കഴിയുകയില്ല എന്ന് നമ്മൾ ഓർക്കണം. ഒരുപക്ഷെ ദേവസഹായത്തിനെ ഉപദ്രവിക്കാൻ വേണ്ടിയൊന്നും അവർ അങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടിയല്ല ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ് ഈ നടക്കുന്നത്. അതായത് ഈ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് സാധാരണ രീതിയിലേക്കുള്ള ജീവിതം, നല്ല സ്ഥാനമൊക്കെ മേടിച്ച് രാജകൊട്ടാരത്തിൽ നല്ല സ്ഥാനീയനായിട്ട് ഇരുന്നു കൊണ്ട് സുഖമായി ജീവിച്ചുകൊള്ളുക. ഇതിൻ്റെ പകുതി ഓഫർ കൊടുത്താൽ ഇന്നത്തെ എത്ര ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനിയായിട്ട് നിലകൊള്ളും എന്നുള്ളതൊന്ന് ഓർത്താൽ മതി. ഇതിൻ്റെ പകുതി രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു നല്ല ഒരു ഓഫീസറായിട്ട് നല്ല സ്ഥാനത്തേക്ക് കിട്ടും, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഒരു സ്ഥാനം കിട്ടും. നമുക്ക് നല്ലൊരു ഓഫർ വരികയാണ്. ക്രിസ്തീയ വിശ്വാസത്തെ തള്ളി പറയാമോ എന്ന് ചോദിച്ചാൽ എത്ര പേര് അത് കുഴപ്പമില്ല, മനസ്സിൽ വിശ്വാസം വെച്ചോട്ടെ, എന്നാൽ ഈ നല്ല ജോലിയല്ലേ കിട്ടുന്നത്, അതിനകത്തിപ്പം ദൈവത്തിനറിയാലോ എൻ്റെ അവസ്ഥ എന്ന് വേണേൽ നമ്മൾ ചിന്തിക്കും. എന്നാൽ സർവ്വ ഓഫറുകളുടെയും മുമ്പിൽ, സർവ്വ പീഡനങ്ങളുടെയും മുമ്പിൽ വിശ്വാസത്തെ ഒരിഞ്ച് പോലും താഴ്ത്തി പറയാൻ സമ്മതിക്കാത്ത ഒരു ദേവസഹായത്തിനെ നമ്മുടെ മുന്നിലേക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അൽമായരായ നമുക്കെല്ലാം ഒരു മാതൃകയായി നൽകിയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? പീഡനങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി വരികയാണ്. ശരീരം മുഴുവൻ മുറിവുകൾ ഏൽപ്പിക്കപ്പെടുകയും ആ മുറിവുകളുടെ മേൽ മുളക് പൊടി വാരി ചെതറുകയും ചെയ്യുമ്പോൾ ആ മുളക് പൊടി കൊണ്ട് ഈ മുറിവുകൾ ഉണങ്ങുന്ന അത്ഭുതം കാണുകയാണ്. മുളക് പൊടി സൗഖ്യമായി മാറുകയാണ്. മിനിറ്റുകൾ കൊണ്ട് മുളക് പൊടി തൂത്തെടുത്ത് വാരി എറിഞ്ഞിടം ഉണങ്ങിപ്പോവുകയാണ്. ആ മുറിവുകളെല്ലാം ഉണക്കുന്ന മുളക് പൊടി. ഉറുമ്പിൻ്റെ കൂട്ടിലോ അല്ലെങ്കിൽ കുരങ്ങിൻ്റെ
നടുക്കേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ കുരങ്ങുകളോ ഉറുമ്പുകളോ ദേവസഹായത്തിനെ ഉപദ്രവിക്കാതെ മാറി നിൽക്കുന്ന അവസ്ഥ. ഇതിലെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുക. സിംഹങ്ങൾ വായ് പൂട്ടിയില്ലേ? കാരാഗൃഹത്തിൽ കിടന്ന പൗലോസും സീലാസും ചങ്ങലകൾ കൊട്ടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ചങ്ങലകൾ തകർന്ന് ദൈവം ഇടപെട്ടില്ലേ? അവിടെ തീച്ചൂളയിൽ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇത് ദൈവത്തിൻ്റെ വചനം അന്വർത്ഥമായി ദൈവസഹായത്തിൻ്റെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? വിശ്വാസത്തിന് വേണ്ടി ദൈവത്തെ ഉപയോഗിക്കാതെ ദൈവം ഉപയോഗിച്ചപ്പോൾ, ആ ദൈവസ്നേഹത്തിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായപ്പോൾ നേരിട്ട് ദൈവം ഇടപെടുന്ന, ക്രിസ്തു ഇടപെടുന്ന വഴികളല്ലേ കാണുന്നത്? അന്നത്തെ ഏറ്റവും ക്രിസ്തുവിനെ പോലെ സഹിച്ചു എന്ന് പലരും ഇപ്പോൾ പലയിടത്തും നമുക്ക് കേൾക്കാൻ പറ്റി. കാരണം ക്രിസ്തു സഹിച്ചത് അപമാനത്തിൻ്റെ ചിഹ്നമായി കുരിശ് ചുവന്നുകൊണ്ടായിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അപമാനമായി എരിക്കിൻ്റെയൊക്കെ പൂക്കൾ കൊണ്ട് മാലയുണ്ടാക്കി അതണിയിച്ച് ആ റോഡിലൂടെ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രതാപവാനായി നിന്ന നീലകണ്ഠൻ പിള്ളയെ ഏറ്റവും അപമാനിതനായി പോത്തിൻ്റെ പുറത്ത് കെട്ടി മാലയും ഇടിയിപ്പിച്ച് റോഡിലൂടെ വലിച്ചിഴക്കുകയും കൊണ്ടു നടക്കുകയും മരത്തിൽ കെട്ടിയിടുകയും എല്ലാം ചെയ്ത് ആ സമൂഹത്തിൽ താങ്ങാവുന്നതിന് അധികം അപ്പുറം അപമാനങ്ങളേറ്റപ്പോൾ, പീഡനങ്ങളേറ്റപ്പോൾ, വേദനയേറ്റപ്പോൾ, വെള്ളം കുടിക്കാൻ കൊടുക്കാതെ ഒരിടത്ത് കൊണ്ടേ കെട്ടിയിട്ടപ്പോൾ ആ പാറയിൽ നിന്നുകൊണ്ട് ദൈവത്തിനോട് വിളിച്ചപേക്ഷിച്ച് എനിക്ക് വെള്ളം തരണമെന്ന് പറഞ്ഞപ്പോൾ ആ പാറയിൽ നിന്ന് അരുവി പുറപ്പെട്ടത് നമുക്ക് മനസ്സിലാകും. അതാണ് മുട്ടിടിച്ചാമ്പാറ. മുട്ടുകുത്തി ദൈവസന്നിധിയിൽ എനിക്ക് വെള്ളം തരണമെന്ന് പറഞ്ഞ് ദൈവസഹായത്തിൻ്റെ ശബ്ദം കേട്ട ദൈവം തുറന്നു കൊടുത്ത അരുവി ഇന്നും അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. മുട്ടിടിച്ചാമ്പാറ അതിന് സാക്ഷിയായി നിൽക്കുകയാണ്. പിന്നീട് എന്താണ് സംഭവിക്കുക? പീഡനങ്ങൾ ഓരോ നിമിഷവും കൂടിയെങ്കിലും, സഹനങ്ങൾ കൂടിയെങ്കിലും ക്രിസ്തു സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധൻ ആ പീഡനങ്ങളെ സത്യത്തിൽ ആസ്വദിച്ച് കാണും. ആരെയും ശപിച്ചതായിട്ട് അവിടെ എഴുതിയിട്ടില്ല. രാജാവിനോട് പരിഭവിച്ചതായിട്ട് അവിടെ എഴുതിയിട്ടില്ല. പടയാളികൾ പല പ്രാവശ്യം കൊല്ലാൻ വേണ്ടിയായിട്ട് വരുന്നുണ്ട്. തോക്കും പല ആയുധങ്ങളും ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും അവർ തോറ്റു പിന്മാറേണ്ടി വരുന്നുണ്ട്. മരണം നടക്കാതെ പോകുന്നുണ്ട്. ഇവിടെയൊന്നും നിങ്ങളെല്ലാവരും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, രാജ്യം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇത്ര സ്നേഹിച്ച രാജാവ് എന്നെ ഇങ്ങനെ ദ്രോഹിച്ചല്ലോ, എന്നെ നിങ്ങൾ രക്ഷിക്കണം, ഞാൻ നിങ്ങൾക്കിടെ മുന്നിൽ വിധേയപ്പെടാം എന്നൊന്നും ഒരു സംവിധാനവും പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. അതാണ് ഇതിൻ്റെ ആത്മീയതയുടെ ഏറ്റവും ഔന്നത്യത്തിൽ നമുക്ക് കാണാവുന്ന വിഷയം. എന്താണ് ദൈവസഹായത്തിൻ്റെ ഉറപ്പ്? അത് പൗലോസ്ലീഹ പറഞ്ഞതാണ്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഒരു പക്ഷേ ബൈബിളൊന്നും ഒത്തിരി പഠിച്ച് മനസ്സിലാക്കാനുള്ള സാധ്യതയൊക്കെ ദൈവസഹായത്തിന് കിട്ടിയിരുന്നോ നമുക്കറിയില്ല. പക്ഷേ ചിലപ്പോൾ ഒരു വചനമായിരിക്കും അദ്ദേഹത്തെ സ്വാധീനിച്ചത്, അല്ലെ ഒരു പുസ്തകമായിരിക്കും സ്വാധീനിച്ചത്, അല്ലെങ്കിൽ തൻ്റെ കൂടെ നടക്കുന്ന ഡിനാലയോ പറഞ്ഞ ഏതെങ്കിലും ക്രിസ്തു സാക്ഷ്യമാകാം. ഡിനലോയെ ശരിക്കും ദൈവസഹായം അത്രയേറെ ക്രിസ്തുമുഖം കാണാൻ വേണ്ടി ഡിനലോയെ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൊടുക്കാൻ ഡിനലോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയ ദൗത്യം നൽകിയേക്കുന്ന ആ വ്യക്തിയെ കൂടെ നമ്മൾ ഓർക്കുകയാണ്. നമ്മുടെ ദൗത്യമാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. കണ്ണിന് പകരം കണ്ണെന്നോ പല്ലിന് പകരം പല്ലെന്നോ പറഞ്ഞ എല്ലാ തത്വശാസ്ത്രങ്ങളെയും നീതിശാസ്ത്രങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അങ്ങേയറ്റം സ്നേഹിക്കണമെന്നും നിൻ്റെ അടുത്ത് നിൽക്കുന്നവനെ നീ കരുതണമെന്നും അവന് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്നും അവന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നും പഠിപ്പിച്ച ക്രിസ്തു സ്നേഹമാണ് നമുക്ക് മറ്റുള്ളവർക്കെല്ലാം പകർന്നു കൊടുക്കേണ്ടത്. അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ആചാരങ്ങളെയും എല്ലാം നമ്മൾ തീർച്ചയായിട്ടും അവരുടെ മതത്തെയും ഒന്നും അപമാനിക്കാനല്ല നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളുടെ ഡ്യൂട്ടിയും അതല്ല. എന്നാൽ ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കടമയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. അവിടെയാണ് ദൈവസഹായത്തിൻ്റെ വലിയ പ്രത്യേകത നമ്മൾ കാണുക. എന്താണ് പിന്നീട് സംഭവിക്കുക? പീഡനങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ മരണത്തിന് വിധിക്കാൻ വേണ്ടി ഒരു സംവിധാനം രാജാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഉണ്ടാകുകയാണ്. അവിടെ ആരും കാണാത്ത, ഇന്നും ആ പ്രദേശം മലയും കുന്നും മാത്രം, അവിടെ ഒരു മനുഷ്യരുമില്ല.
ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക്, കാറ്റാടിമലയുടെ നെറുകയിലേക്ക് സൈന്യത്തിനോട് കൂടി അല്ലെങ്കിൽ വധിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ആരും കാണരുത്, ആ കരച്ചിലാരും കേൾക്കരുത്, വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി മാറണം, ശവശരീരം പോലും കിട്ടരുത്. ഇതായിരിക്കും ഒരുപക്ഷെ അന്ന് രാജാവോ അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റമോ ചിന്തിച്ചിരിക്കുക. കാരണം ഇത് ജനങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളുടെ മുന്നിലിട്ട് ഒരു കൊലപാതകം ചെയ്താൽ ഒന്നേ അവർ രക്തസാക്ഷിയാക്കി അവർ ചിന്തിക്കുമെന്ന് കരുതിയിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ അവരെല്ലാം പ്രകോപിതരാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരിൽ നിന്നൊരു വിഷമം ഉണ്ടാവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് ബുദ്ധിപൂർവം ആരും കാണാത്ത സ്ഥലത്തേക്ക്, കാറ്റാടിമലയിലേക്ക് യാത്ര ആക്കുകയാണ് മരണത്തിന് വേണ്ടി. കാറ്റാടിമലയുടെ പ്രദേശത്തെ മണിയടിച്ചാമ്പാറയിലേക്ക്, ആരുമില്ലാത്ത പ്രദേശം, കാടും മൃഗങ്ങളും മാത്രം. എങ്ങനെയാണ് മണിയടിച്ചാമ്പാറ ഈ വിശുദ്ധനെ സ്വീകരിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മണിയടിച്ചാമ്പാറയുടെ പേര് പോലും അങ്ങനെ ഉണ്ടായി. വലിയൊരു കുന്നിൻ്റെ മുകളിൽ മരണത്തിന് വേണ്ടി ചെല്ലുന്നു. അദ്ദേഹത്തെ വധിക്കുന്നു. അദ്ദേഹം താഴേക്ക് പതിക്കുകയാണ്. താഴേക്ക് പതിച്ചെടുത്ത് കിടക്കുന്ന ആ ഒരു പാറ പൊട്ടി, ഈ സമയത്തുണ്ടായ ഒരു പാറ പൊട്ടിപ്പോകുന്ന ആ പാറ വന്ന് അടിച്ചെടുത്ത് വന്ന മണിയടി ശബ്ദം കൊണ്ട് ജനങ്ങൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അന്വേഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുകയാണ്. ആരും കേൾക്കരുതെന്ന് ഓർത്തെങ്കിൽ പാറ മണിയടിച്ച് ഈ വിവരം ആ സമൂഹത്തെ അറിയിക്കുകയാണ്. ഇതാ ഒരു വിശുദ്ധൻ, ദേവസഖായം ഈ മലയിൽ മരിക്കുന്നു, അദ്ദേഹം ഇതാ രക്തസാക്ഷിയാകുന്നു എന്ന് പ്രകൃതി എടുത്തു പറഞ്ഞു. പ്രകൃതി നമ്മളോട് ആഹ്വാനം ചെയ്തു. ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച, ക്രിസ്തുവിന് വേണ്ടി മരിച്ച ഇതാ ദേവസഹായം, ക്രിസ്തുവിൻ്റെ മകൻ, ക്രിസ്തുവിൻ്റെ പുത്രൻ, സ്നേഹിതൻ ഇതാ ഈ നിമിഷങ്ങളിൽ മരിക്കുകയാണ്. ആ പാറയിൽ നിന്ന് മണിയടി ശബ്ദം ഉയർന്നെങ്കിൽ അതിന്നും അവിടെ ആ പാറയ്ക്ക് മാത്രമുള്ള പ്രത്യേകതയായി അവശേഷിക്കുന്നു. വന്യമൃഗങ്ങൾ തിന്നേണ്ട ഈ ശരീരത്തെ ദൈവം സൂക്ഷിച്ച് എത്തേണ്ട സ്ഥലത്തെത്തി ഫ്രാൻസിസ് സേവിയറിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ അടക്കം ചെയ്യാൻ വേണ്ടി കരുതി തന്നെ വെച്ചു. ആ ശരീരം അവിടെ സംസ്കരിക്കപ്പെട്ടു. നമ്മളവിടെ ചെന്ന് കാണുമ്പോൾ ആ വിശുദ്ധൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ ഈ നാട്ടിൽ നടന്ന ഈ സംഭവം 1700കളിൽ നടന്ന സംഭവമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായും തലമുറകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ്. ഇങ്ങനെയൊരു നീലകണ്ഠൻ പിള്ള ജനിച്ചിരുന്നെന്നും അദ്ദേഹം രാജാവിൻ്റെ ഏറ്റവും പ്രിയനായിരുന്നെന്നും എല്ലാ സ്വാധീനങ്ങളോടും കൂടി ജീവിക്കാതിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക്, ജീവിതത്തിലേക്ക് ഒരു ക്രിസ്തു സ്നേഹം കടന്നു വരുന്നതെന്നും അതിന് കാരണമായ ഡിനലോയ എന്ന ഡച്ചുകാരനാണെന്നും ആ ക്രിസ്തു സ്നേഹം അനുഭവിച്ച് മാമോദീസ സ്വീകരിച്ച നിമിഷം മുതൽ ആ ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് ഒന്നും തന്നെ പിന്തിരിപ്പിച്ചിട്ടില്ലെന്നും അനുഭവിച്ച പീഡനങ്ങളെയെല്ലാം ശക്തമായി സ്വർഗീയ സൗഭാഗ്യം കണ്ടുകൊണ്ട് എസ്തപ്പാനോസിനെ പോലെ, ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിനെ പോലെ, സ്തേഫാനോസിൻ്റെ ചുറ്റും നിന്ന് കല്ലുകൾ എറിയുന്ന ആൾക്കാരുടെ മുന്നിൽ സ്വർഗം തുറന്നിരിക്കുന്നതും ക്രിസ്തുവോട് എഴുന്നേറ്റ് നിൽക്കുന്നതും കണ്ടുകൊണ്ട് ഈ കല്ലുകളെ പുഷ്പങ്ങളെ പോലെ സ്വീകരിച്ചുകൊണ്ട് ആദ്യം രക്തസാക്ഷിയായ സ്തേഫാനോസിൻ്റെ അതേ മനോഭാവത്തോടെ നിന്നുകൊണ്ട് പീഡനങ്ങളും അതിക്രൂരമായ മർദ്ദനങ്ങളും ചങ്ങലയ്ക്കുള്ള അടികളും പൂട്ടലുകളും മരത്തിൽ കെട്ടിയിട്ടിട്ടുള്ള പീഡനങ്ങളും അതുപോലെ തന്നെ വെള്ളം കൊടുക്കാത്ത അവസ്ഥകളും അതുപോലെ തന്നെ അപമാനിക്കാൻ വേണ്ടി എല്ലാ മേഖലകളും ഉപയോഗിച്ചപ്പോഴും ഈ ക്രിസ്തു സ്നേഹം ഒന്നിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കാരണമായില്ല. ഈ കാരണങ്ങളൊന്നും ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കാരണമായില്ല. അത്രയേറെ ആഴമായി ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിന് വേണ്ടി ധീര രക്തസാക്ഷിയാകുകയും ചെയ്ത ആദ്യത്തെ അൽമായ വിശുദ്ധൻ ഭാരതസഭയിൽ. നമുക്ക് അഭിമാനിക്കാം, ഭാരതസഭയിലെ അൽമായർക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. കാരണം വിശുദ്ധനാകാൻ വേണ്ടിയുള്ള വിളിയാണ് നമ്മുടേതെല്ലാവരുടേതും. അതായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ, അവനവനായിരിക്കുന്നിടത്തൊരു ക്രിസ്തു സ്നേഹം പറയുമ്പോൾ, ആ ക്രിസ്തു സ്നേഹത്തെപ്പറ്റി പല ഓഫറുകളും വേണ്ടെന്ന് വെക്കുമ്പോൾ, ആ ക്രിസ്തു സ്നേഹത്തെ ഏറ്റുപറയുമ്പോൾ ചിലയിടത്തുനിന്ന് അപമാനങ്ങളും കണ്ണുനീരും ദുഃഖവും പീഡനങ്ങളൊക്കെ വരുമ്പോൾ ധീരതയോടെ സഹിക്കുമ്പോൾ, ആ സമയത്താണ്
ആ സ്വർഗം നാം സന്തോഷിക്കുക, സ്വർഗത്തിൽ ആ പേരുകൾ മുദ്ര കുത്തപ്പെടുക. എല്ലാ സൗഭാഗ്യങ്ങളും വേണം, എന്നാൽ ഞാൻ വിശ്വാസിയാണ്, എന്ത് വിശ്വാസം ത്യജിക്കുന്ന ഏത് സംവിധാനം ചെയ്യും, എന്നാൽ എനിക്ക് പേര് ക്രിസ്ത്യാനി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു. കന്യാകുമാരിയിൽ ഹിന്ദുവായി ജനിച്ച് നീലകണ്ഠൻ പിള്ള ദേവസഹായമായി ലോക കത്തോലിക്ക സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും ആ നാമം വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചപ്പോൾ, പരിശുദ്ധ സിംഹാസനം ഫ്രാൻസിസ് മാർപ്പാപ്പ മെയ് 15 2022 പ്രഖ്യാപിച്ചപ്പോൾ കത്തോലിക്ക സഭ മുഴുവൻ ദേവസഹായ വിശുദ്ധനെപ്പറ്റി ഏറ്റുപാടി. അപ്പോൾ പീഡനങ്ങളും കഷ്ടപ്പാടുകളും വളരെ ചുരുങ്ങിയ സമയത്തേക്കാണ്. ഈ ലോകത്തിൽ അദ്ദേഹം ജീവിച്ചത് 40 വർഷം മാത്രമാണ്. ആ 40 വർഷത്തെ വിശുദ്ധമായ ജീവിതം, ധീരമായ ജീവിതം, സഹനത്തിലൂടെ ക്രിസ്തുവിനെ കണ്ട ജീവിതം, അടുത്തു നിൽക്കുന്ന വ്യക്തികളിലേക്ക് ആ ക്രിസ്തു സ്നേഹം പകർന്നു കൊടുത്തതിൻ്റെ പേരിൽ അനുഭവിച്ച പീഡനങ്ങൾ നഷ്ടമായില്ല എന്നുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തെ കോംപ്രമൈസുകൾക്ക് വേണ്ടി, പല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ക്രിസ്തുവിൻ്റെ നാമത്തെ അപമാനിക്കാൻ വേണ്ടി ക്രിസ്ത്യാനി എന്ന് ജനിച്ചപ്പോൾ തുടങ്ങി പേര് കിട്ടിയവർ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ വെല്ലുവിളിയായി, ചോദ്യചിഹ്നമായി മറ്റൊരു മതത്തിൻ്റെ ഉന്നത കുലത്തിൽ ജനിച്ചിട്ട് അതോടൊപ്പം തന്നെ ഉന്നത സ്ഥാനങ്ങളുണ്ടായിട്ട് എല്ലാ സ്ഥാനങ്ങളുടെയും ഓഫറുകൾ മാറ്റിവെച്ചുകൊണ്ട് എന്ന് ക്രിസ്തുവിനെ അറിഞ്ഞോ അന്ന് മുതൽ മരണം വരെ ആ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച ദേവസഹായം നമ്മുടെ മുന്നിൽ മാതൃകയാണ്. ആ ദേവസഹായത്തിൻ്റെ മാതൃക നമുക്ക് സ്വീകരിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഓരോരുത്തരെയും അൽമായരെ മുഴുവൻ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു വിശുദ്ധനായി ഭാരതസഭയിൽ ആദ്യത്തെ വിശുദ്ധനായി നിന്നുകൊണ്ട് തക്കല രൂപതയും കൊട്ടാർ രൂപതയും ആഘോഷങ്ങളുടെ സമയമാണ്. ആ നാട് ഈ കാറ്റാരിമല കാറ്റേറ്റു പാടുന്നു എന്നുള്ള ഒരു വലിയ അവസ്ഥയിലാണ്. എന്താണ് ഈ വിശുദ്ധനെ പറ്റിയുള്ള സങ്കീർത്തനങ്ങൾ, ഈ വിശുദ്ധനെ പറ്റിയുള്ള നല്ല ഗാനങ്ങൾ. നമുക്ക് എല്ലാവർക്കും സഹനത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ ധീരതയോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധൻ്റെ മാതൃകയെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വിശുദ്ധൻ്റെ വലിയ മാധ്യസ്ഥ സഹായം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.